ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. സോപാനം സംഗീതരത്ന പുരസ്കാര സമർപ്പണവും സോപാനം സംഗീത വിദ്യാലയ വാർഷികവും ഞായറാഴ്ച നടക്കും. നിലവിൽ വന്നത് അതിൻ്റെ 21ാമത് വാർഷികാഘോഷങ്ങളാണ് നാളെ മെയ് 11-ാം തീയതി ഞായറാഴ്ച 2 മണിയോടുകൂടി കുഞ്ഞുകുട്ടനമ്പലം ചത്തുരത്തിൽ ആരംഭിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സോപാനം വർഷങ്ങളായി നടത്തി വരുന്ന സംഗീതരത്ന പുരസ്കാരത്തിൻ്റെ സമർപ്പണം കൂടെ നടക്കുന്നു. ഈ വർഷത്തെ സംഗീതരത്ന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പ്രസിദ്ധ ചലച്ചിത്ര സംഗീത സംവിധായകൻ, നമുക്ക് ഏറ്റവും സുപരിചിതനായ തൃശ്ശൂരിൻ്റെ കൂടെ സംഗീതകാരനായിട്ടുള്ള ശ്രീ ഔസേപ്പച്ചൻ അവറുകളാണ്. അദ്ദേഹത്തിന് പുരസ്കാരം കൈമാറുന്നത് സംഗീതജ്ഞൻ കൂടിയായിട്ടുള്ള ADGP ശ്രീ S. ശ്രീജിത്ത് IPS അവറുകളാണ്. സംഗീതജ്ഞൻ കൂടിയാണ്, നമുക്കറിയാം. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിലാണ് പരിപാടി നടക്കുന്നത്. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ചലച്ചിത്ര സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് ADGP ശ്രീജിത്ത് പുരസ്കാരം സമ്മാനിക്കും. കണ്ണൻ G. നാഥ് ഉദ്ഘാടനം ചെയ്യും. ബക്കർ മേത്തല അധ്യക്ഷനാകും. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അവാർഡ് ജേതാവിനെ പൊന്നാട അണിയിച്ച് ആദരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് കൊടുങ്ങല്ലൂരിൽ സോപാനം വന്നതിന് ശേഷം ശുദ്ധസംഗീതം ഒരു മാനവികതയിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാനും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ സ്ഥാപനം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി വന്നപ്പോൾ വിദേശ രാഷ്ട്രങ്ങൾ അക്രമം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ അഖണ്ഡതയെ നശിപ്പിക്കുവാനും ഇന്ത്യയുടെ വികസനത്തെ നശിപ്പിക്കാൻ കഴിയുമ്പോൾ അതിനുള്ളൊരു സന്ദേശം ഈ കുട്ടികളുടെ പരിപാടിയിലൂടെ ഉണ്ടാവും. രണ്ടാമതായിട്ട് അതിനോടൊപ്പം തന്നെ നമ്മളുള്ള ബാല്യകൗമാര യുവത്വം ലഹരിയിലേക്ക് പോകുന്നതിന് പിടിച്ചു നിർത്താനും അവരുടെ ജീവിതത്തിന് ലഹരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഈ സോപാനത്തിൻ്റെ 21 വർഷത്തെ പ്രവർത്തനം സാധ്യമായിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു സന്ദേശവും കൂടി നമ്മൾ ഈ പ്രോഗ്രാമിലുണ്ടാവും. സോപാനം ഉണ്ണികൃഷ്ണൻ പ്രശസ്തി പത്ര സമർപ്പണം നടത്തും. ചടങ്ങിനോടനുബന്ധിച്ച് 250ഓളം പേർ അണിനിരക്കുന്ന ദേശഭക്തി ഗാനവും അരങ്ങേറുമെന്ന് ഭാരവാഹികളായ ഡോക്ടർ കേശവൻ നമ്പൂതിരി, സോപാനം ഉണ്ണികൃഷ്ണൻ, V. അഷ്റഫ്, സുനിൽ പഴുപ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു കാലത്ത് അത് പുറത്തേക്ക് അധികം കേട്ടിട്ടില്ല, പുറത്തേക്ക് അധികം കേൾക്കാത്ത ഒരു ഇതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണത്. അപ്പോൾ അത് സ്ഥാപനത്തിലൂടെ ആണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് പുറമേ നിന്ന് ആരെങ്കിലുമൊക്കെ അത് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ യാതൊരുവിധ സാമ്പത്തിക ഇതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ പോയി പഠിപ്പിക്കാനും നമുക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ലഹരിക്കെതിരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വരികൾ എഴുതിച്ചിട്ട് സംഗീതം ചെയ്ത് അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തിട്ട് കുട്ടികളെ അതും ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് സോപാനത്തിന് ചെയ്യാൻ പറ്റുന്നൊരു വലിയൊരു കാര്യം. ഞാൻ അതാണ് കാണുന്നത്, ലഹരിക്ക് എതിരെ. അതുപോലെ ഇപ്പോൾ ദേശഭക്തി ഗാനത്തിലും നമ്മൾ നല്ല വാക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ദേശഭക്തി ഗാനമുണ്ട്.